ഹായ് നമസ്കാരം, ഫാസിലാണ്. പലരും എന്നോട് എൻ്റെ വീഡിയോ കാണുമ്പോൾ എന്നോട് ചോദിക്കുന്നതാണ്, പക്ഷേ നമ്മളെ ട്രോപ്പിക്കൽ വെറൈറ്റി ബട്ടർ നമുക്കിവിടെ ചൂടുള്ള കാലാവസ്ഥയിൽ നമുക്ക് വെക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ട്രോപ്പിക്കലാണെന്നുണ്ടെങ്കിലും നമ്മൾ ചൂടുള്ള കാലത്ത് എല്ലാം കായ്ക്കണമെന്നില്ല. കാരണം അത് കൂടുതലും തണുപ്പുള്ള ഏരിയകളിലാണ് ഒന്ന് കായ്ച്ച് കിട്ടുക, നമുക്ക് കായ്ഫലം കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഞാനും വാങ്ങി വെച്ചിരുന്നു ഒരു ബട്ടറിൻ്റെത്. ഇപ്പോൾ ഇത് വാങ്ങി വെച്ചിട്ട് ഇപ്പോൾ ഒരു 6 മാസം ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ പ്രൂൺ ചെയ്ത് കൊടുത്താണ് കേട്ടോ. കാരണം അത് ഹൈറ്റിൽ വന്നപ്പോൾ ഈ ചെടിയല്ലേ, അപ്പോൾ അതുകൊണ്ട് പ്രൂൺ ചെയ്ത് കൊടുത്താണ്. അപ്പോൾ എൻ്റെതും പൂവ് ഇട്ടിരുന്നു കേട്ടോ. കാരണം ഈ കമ്പിൽ പൂവ് ഇട്ടിരുന്നു. അപ്പോൾ ആ പൂവ് കായ് ആയിട്ടില്ല, പൂവ് നശിച്ച് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കായ്ക്കായതൊന്നുമില്ല, കായ്ക്കും. പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ ചൂടുള്ള, ഞാനിപ്പോൾ ഇതിൻ്റെ വീട്ടിൽ ആ ഭാഗത്താണ് വേര് ചൂട് അധികം ഉണ്ടാവുക. ഈ ഭാഗത്തേക്ക് തണലാണ്. കാരണം ബാക്കിൽ കാടും തണലൊക്കെ ഉള്ളത് കൊണ്ട് ഈ ഭാഗത്ത് അത്ര ചൂട് കിട്ടില്ല. അപ്പോൾ ഇവിടെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ വളരുന്നുണ്ട്. ഒരു തവണ നമുക്ക് പൂവ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ ബട്ടർ നടാൻ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തണലുള്ള സ്ഥലത്ത് നമുക്ക് നടാം. കായ്ക്കാനാണ് ചാൻസ് കൂടുതൽ. കായ്ക്കോ എന്നുള്ള എനിക്ക് 100% പറയാൻ പറ്റില്ല. പക്ഷെ പലരും പറയുന്നുണ്ട് ഇപ്പോൾ കോഴിക്കോടും അതേപോലെ കണ്ണൂരൊക്കെ കായ്ച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഇത് പൂവിട്ട് കായ് ആവാതിരിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഇത് ചെടി ഒരു കാറ്റത്ത് വീട് പോയതാണ് കേട്ടോ. അതാണ് ഞാനിത് പ്രൂൺ ചെയ്ത് കൊടുത്തതെന്നുള്ളത് പറഞ്ഞത്. കാരണം കമ്പനി ലേശം ഒരു പൊട്ടൽ വന്നു. അപ്പോൾ പൊട്ടൽ വന്നാൽ പിന്നെ അത് വെച്ച് കഴിഞ്ഞാൽ അത് ചീഞ്ഞ് പോകാനാണ് ചാൻസ് കൂടുതൽ. അതാണ് ഞാൻ പ്രൂൺ ചെയ്ത് കൊടുത്തത്. അതുകൊണ്ടാണ് എനിക്ക് ആ കായ്ഫലം കിട്ടാതിരുന്നത്. അപ്പോൾ ഇനിയും പൂക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം.